നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങും. 24-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പരിശീലനം ആരംഭിച്ചതായും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് നിരോധിത പ്ലാസ്റ്റിക് ഉത്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി. MK ഷിബുവിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് പ്ലാസ്റ്റിക് ഉത്പന്നങ്ങൾ പിടികൂടിയത്. കാസർഗോഡ് സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും അംഗീകാരത്തോടെ നടത്തുന്ന 11ാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നവംബർ 28 മുതൽ 30 വരെ തീയതികളായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കാഞ്ഞങ്ങാട് ആർട്ട് ഫോറം സംഘടിപ്പിക്കുന്ന നാടകോത്സവം നവംബർ 16 മുതൽ 20 വരെ തീയതികളിലായി നടക്കും. നാടകോത്സവത്തിനുള്ള ഒരുക്കങ്ങളായി ദേശീയപാതയിലെ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിലവിലുള്ള മനുഷ്യ സഞ്ചാര യോഗ്യമല്ലാത്ത അടിപ്പാത ഒഴിവാക്കി ഗതാഗത യോഗ്യമായ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം. കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം തുടങ്ങി. നെല്ലിക്കാട്ട് ഈങ്ങയിൽ വീട് തറവാട്ടിൽ ബ്രഹ്മശ്രീ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ 5ാം ദിനത്തിൽ രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. വാദ്യമേളത്തിന്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് കുന്നുമ്മൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര മഹോത്സവം 2025 ഡിസംബർ 19-20 തീയതികളിലായി നടക്കും. ഫണ്ട് ശേഖരണ ഉദ്ഘാടനം നടന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങും. 24-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പരിശീലനം ആരംഭിച്ചതായും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രസ് റിലീസ് അനുസരിച്ച് നമ്മുടെ ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ ഡിസംബർ 11-ാം തീയതിയാണ് നടക്കുക. അതിനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നാളെ 14-ാം തീയതി നമ്മൾ ഇറക്കും. നാളെ തൊട്ട് 21-ാം തീയതി വരയ്ക്കും നോമിനേഷൻസ് നമ്മൾ സ്വീകരിക്കും. 22-ാം തീയതി അതിനായിട്ടുള്ള സ്ക്രൂട്ടിനി, എല്ലാ റിട്ടേണിംഗ് ഓഫീസർമാരും അതിനായിട്ടുള്ള സ്ക്രൂട്ടിനി നടത്തും. 24-ാം തീയതിയാണ് വിഡ്രോവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരുക്കങ്ങൾ ഒന്ന് പറയാം. നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർമാരെ എല്ലാവർക്കും പഞ്ചായത്ത് തലത്തിലുള്ള ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിൽ ഉള്ള ഞാനുണ്ട്. എല്ലാവർക്കും ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആദ്യഘട്ട ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നാളെയാണ് നമ്മുടെ ഫൈനൽ ഇലക്ടറൽ റോൾ. നാളെ തന്നെ നമ്മൾ പ്രതിഷ്ഠീകരിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ ഇതുവരെയ്ക്കും നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് 1370 ബൂത്തുകളാണ്. ഈ നോട്ടിഫിക്കേഷൻ വന്ന ശേഷം നമ്മൾ ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. ആന്റി ഡിഫേസ്മെന്റ് കമ്മിറ്റി, MCCക്കുള്ള കമ്മിറ്റി, അതേപോലെ വിവിധ നോഡൽ ഓഫീസർമാരെ നമ്മൾ നിയമിച്ചിട്ടുണ്ട്. ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഇലക്ഷൻസ് നടക്കുന്നത് വോട്ടിംഗ് മെഷീൻ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൂടിയാണ്. അതിന്റെ ഒരു ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് പൂർത്തീകരിച്ച് നമ്മളെല്ലാം റെഡിയാക്കി വെയർ ഹൗസിൽ വെച്ചിട്ടുണ്ട്. അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ളയും അത് റിസീവ് ചെയ്യാനുള്ള ബ്ലോക്ക് തലത്തിലുള്ള സെന്റേഴ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. തദ്ദേശ തിരഞ്ഞെടുപ്പ് കാസർഗോഡ് ജില്ലയിൽ LDF സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മുതൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള പ്രമുഖർ ഉൾപ്പെടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 2020 തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലും 6-ൽ 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 3-ൽ 2 മുനിസിപ്പാലിറ്റികളിലും 38-ൽ 19 പഞ്ചായത്തുകളിലും ഭരണത്തിലേറിക്കൊണ്ട് LDF ജില്ലയിൽ കരുത്ത് തെളിയിച്ചിരുന്നുവെന്നും ഇതിനു പുറമെ ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ LDF പിന്തുണയോടെയാണ് ഭരണമുണ്ടായതെന്നും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ LDF ജില്ലയിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. LDF ഭരണ നേതൃത്വത്തിലുള്ള ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ മികവുറ്റ പ്രവർത്തനങ്ങളിലൂടെ ആർജിച്ച പ്രതിച്ഛായയും LDF സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലെ നാടിന് മാതൃകയായ മുന്നേറ്റങ്ങളും ജില്ലയ്ക്ക് ലഭ്യമായ വികസന പദ്ധതികളും ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ LDFിൻ്റെ ജനപിന്തുണ വർദ്ധിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു.
കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ആകെ 18 ഡിവിഷനുകളിൽ CPIM 10 ഡിവിഷനുകളിലും CPI 3 ഡിവിഷനുകളിലും INL 2 ഡിവിഷനുകളിലും കേരള കോൺഗ്രസ് എം, RJD, NCP എന്നീ ഘടകകക്ഷികൾ 1 വീതം ഡിവിഷനുകളിലും മത്സരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ആ വർത്തമാനകാല സാഹചര്യത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വിഭാഗതയില്ലാതെ മുഴുവൻ പേരെയും ജാതിയുടെയോ മതത്തിൻ്റെയോ സ്ത്രീ പുരുഷ ഭേദത്തിൻ്റെ അതിർവരമ്പില്ലാതെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അപ്പോൾ ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആ രാഷ്ട്രീയ നിലപാടുകൾ ഇതെല്ലാം ചേർന്ന കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ വർഗീയതയൊക്കെ വലിയ ദുരന്തങ്ങൾ അനുഭവിച്ച ജില്ലയാണ് കാസർഗോഡ് ജില്ല. നിശ്ചയമായിട്ടും അതുൾപ്പെടെ ഈ ജില്ലയിൽ LDFിൻ്റെ വോട്ടുകൾ വർദ്ധിക്കുന്നതിന് സഹായമായി തീരും. അതുകൊണ്ട് ഞങ്ങൾ LDFിൻ്റെ ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായാണ് ഈ തീരുമാനങ്ങളെല്ലാം എടുത്തത്. LDFിൻ്റെ മിക്കവാറും 11 കക്ഷികളുണ്ട്, അതിൽ 9 കക്ഷികളുടെ നേതാക്കന്മാർ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അവരെല്ലാം അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് പത്രസമ്മേളനം നടത്താൻ തയ്യാറായത്. അപ്പോൾ ഈ പ്രവർത്തനത്തിലേക്ക് നീങ്ങുകയാണ്. LDFിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ചില വാർഡുകളിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്താങ്ങുകയാണ്. ആ സ്ഥാനാർത്ഥികളെയും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നും ഞങ്ങൾ ജില്ലയിലെ ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പൽ തലങ്ങളിൽ വാർഡ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നും പഞ്ചായത്ത്, മുനിസിപ്പൽ LDF തെരഞ്ഞെടുപ്പ് രൂപീകരണ കൺവെൻഷനുകൾ 12 മുതൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും നവംബർ 17-ന് പൂർത്തിയാകുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർഡ് തല LDF തെരഞ്ഞെടുപ്പ് രൂപീകരണ കൺവെൻഷനുകൾ നവംബർ 20-നകം പൂർത്തിയാകുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പനത്തടി പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായി. LDF പനത്തടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പാണത്തൂരിൽ വെച്ച് നടന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. LDF പനത്തടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പാണത്തൂരിൽ വെച്ച് നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ആ പാചക തൊഴിലാളികൾക്ക് 1100 വർദ്ധിപ്പിച്ചു കൊടുത്തു. അപ്പോൾ 14,000 കിട്ടും. 1100 രൂപ. ഇതിനു പുറമെയാണ് സാക്ഷരതാ പ്രേരകന്മാർ. കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് എത്തിക്കാൻ വേണ്ടി 1987 ഇടതുപക്ഷ ഗവൺമെന്റിൽ പ്രതിഫലമൊന്നും വാങ്ങാതെ സേവനം നടത്തിയ സാക്ഷരതാ പ്രേരകന്മാർ, അവർക്ക് 1,000 രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തു. അതൊരു 1,500 ആളേ ഉള്ളൂ. പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിന് കുറച്ച് പേർ, അവർക്കും 1,000 രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇതിനു പുറമെയാണ് നമ്മുടെ നാട്ടിലെ മറ്റിതര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടിയായി. പനത്തടി LDFിന്റെ പഞ്ചായത്ത് തല മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. MP കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. പ്രഭാത് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CP ബാബു, PG മോഹൻ, ദിലീപ് മാസ്റ്റർ, വേണുഗോപാലൻ, പ്രസന്ന പ്രസാദ്, സുനിൽ മടക്കൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പനത്തടി. കുമ്പളയിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. UDF ഭരണസമിതിയുടെ അഴിമതിയും സ്വജനപക്ഷപാതവും തുറന്നു കാട്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേടുകയെന്നും LDF മികച്ച വിജയം നേടുമെന്നും LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി പഞ്ചായത്ത് ഭരിക്കുന്ന UDF ഭരണസമിതി എല്ലാ മേഖലകളിലും വികസനമില്ലാതെ കേരളത്തിലെ പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്തായി കുമ്പളയെ മാറ്റിയതായി LDF പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷമായ BJP UDFിൻ്റെ അഴിമതി കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം, വഴിയോര വിശ്രമ കേന്ദ്രം, മണൽക്കടവ് എന്നിവയിലെ അഴിമതിയിൽ ഭരണസമിതി നാണം കെട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും LDF നേതാക്കൾ കുറ്റപ്പെടുത്തി. CPIM കുമ്പള ഏരിയ സെക്രട്ടറി CA സുബൈർ, KB യൂസഫ്, രത്നാകരാജി, സിദ്ദിഖലി മൊഗ്രാൽ, അഹമ്മദ് അലി കുമ്പള, രഘുറാം ചത്രംപള്ള, താജുദ്ദീൻ മൊഗ്രാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പളയിൽ SDPA 1-ാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അവകാശങ്ങൾ അർഹരിലേക്ക് അഴിമതിയില്ലാത്ത വികസനം എന്ന വാഗ്ദാനവുമായാണ് പാർട്ടി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് SDPA നേതാക്കൾ കുമ്പള പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
കുമ്പള പഞ്ചായത്തിൽ SDPI സ്ഥാനാർത്ഥികൾ 10ഓളം വാർഡുകളിൽ മത്സരിക്കും. ഒന്നാം ഘട്ടത്തിൽ 4 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. UDFന്റെ നേതൃത്വത്തിലുള്ള കുമ്പള പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ അഴിമതിയും സ്വജനപക്ഷപാതവും കാരണം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും ജില്ലയിലെ പ്രധാന പട്ടണങ്ങളിലൊന്നായ കുമ്പള ടൗണിൽ ബസ് ഷെൽട്ടർ നിർമ്മാണത്തിലെ അഴിമതി കേരളമൊന്നാകെ ചർച്ചയായത് നാടിന് അപമാനകരമാണെന്നും അഴിമതി ഉയർത്തിക്കാട്ടിയാകും കുമ്പളയിൽ SDPI തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്നും SDPI നേതാക്കൾ പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി ഖാദർ അറഫ, മഞ്ചേശ്വരം മണ്ഡലം സെക്രട്ടറി ഷബീർ, കുമ്പള പഞ്ചായത്ത് സെക്രട്ടറി ഷാനിഫ് മൊഗ്രാൽ, ട്രഷറർ നൌഷാദ്, മൻസൂർ കുമ്പള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് നിരോധിത പ്ലാസ്റ്റിക് ഉത്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി. MK ഷിബുവിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് പ്ലാസ്റ്റിക് ഉത്പന്നങ്ങൾ പിടികൂടിയത്. നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ റെയ്ഡിൽ അരിമല ഹോസ്പിറ്റൽ റോഡിലെ വീട്ടിൽ നിന്നും നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഡിസ്പോസിബിൾ ഗ്ലാസ്, ക്യാരി ബാഗ് എന്നിവയും ഉൾപ്പെടെ പിടിച്ചെടുത്തു. ഏകദേശം 532 കിലോ തൂക്കം വരുന്ന 1.5 ലക്ഷം രൂപ വിലമതിക്കുന്ന സാധനങ്ങളാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പിടിച്ചെടുത്തത്. നഗരസഭാ സെക്രട്ടറി MK ഷിബുവിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് റെയ്ഡ് നടത്തിയത്. കെട്ടിടത്തിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള പരാതി നേരത്തെ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ആരോഗ്യ വിഭാഗം, കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗം നിരീക്ഷണത്തിൽ വെച്ചിരുന്ന കെട്ടിടമാണിത്. ഇന്ന് രാവിലെ നമ്മുടെ സന്ദർശിച്ചപ്പോൾ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുകയും അത് ഇപ്പോൾ സീൽ ചെയ്യുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലീൻ സിറ്റി മാനേജർ PP ബൈജു, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ K മനോഹരൻ, KP രചന, നിമിഷ കുളങ്ങര, K സുജന എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും അംഗീകാരത്തോടെ നടത്തുന്ന 11ാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നവംബർ 28 മുതൽ 30 വരെ തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കാസർഗോഡ് സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷന്റെയും അംഗീകാരത്തോടെ നടത്തുന്ന 11ാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നവംബർ 28 മുതൽ 30 വരെ തീയതികളിലായി നടക്കും. പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടുന്നവർക്ക് കേരള കരാട്ടെ അസോസിയേഷൻ നടത്തുന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാനാവും. കാസർഗോഡ് സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും അംഗീകാരത്തോടെ നടത്തുന്ന 11ാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് 2025 നവംബർ മാസം 28, 29, 30 തീയതികളിലായി പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഈ മത്സരത്തിൽ 1-2 സ്ഥാനങ്ങൾ നേടുന്നവർക്ക് കേരള കരാട്ടെ അസോസിയേഷൻ നടത്തുന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 22-ാം തീയതിക്ക് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത്. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നവംബർ 22-ന് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ പ്രസന്നകുമാർ KS, ജിൻസ് മാത്യു, സെബാസ്റ്റ്യൻ KC, മാത്യു ജോസ്, K പ്രകാശ്, KM കണ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ആർട്ട് ഫോറം സംഘടിപ്പിക്കുന്ന നാടകോത്സവം നവംബർ 16 മുതൽ 20 വരെ തീയതികളിലായി നടക്കും. നാടകോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് ആർട്ട് ഫോറം സംഘടിപ്പിക്കുന്ന നാടകോത്സവം നവംബർ 16 മുതൽ 20 വരെ തീയതികളിലായി നടക്കും. അലാമിപ്പള്ളി രാജ് റെസിഡൻസിയിലാണ് നാടകോത്സവം നടക്കുന്നത്. നാടകം കാണാൻ എത്തുന്ന പ്രേക്ഷകർ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യുന്നു എന്ന പ്രത്യേകതയും ഈ നാടകോത്സവത്തിനുണ്ട്. നവംബർ 16-ന് കാഞ്ഞങ്ങാട് ജനനി അവതരിപ്പിക്കുന്ന നാടകം ചൂട്ട് അരങ്ങേറും. നവംബർ 17-ന് അമ്പലപ്പുഴ സാരഥിയുടെ നാടകം നവജാത ശിശു വയസ്സ് 84. 18-ന് തിരുവനന്തപുരം അജന്തയുടെ നാടകം വംശം അരങ്ങേറും. നവംബർ 19-ന് തിരുവനന്തപുരം സൗപർണികയുടെ താഴ്വാരവും നവംബർ 20-ന് തിരുവനന്തപുരം നവോദയയുടെ ചേലത്തുമ്പിലെ ചിലപ്പതികാരം സുകുമാരി എന്ന നാടകവും അവതരിപ്പിക്കും. ഈ വർഷം നവംബർ 16 മുതൽ 20 വരെ അലാമിപ്പള്ളി രാജ് റെസിഡൻസി ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ രീതിയിൽ നടക്കുകയാണ്. ഇത്തവണത്തെ നാടകോത്സവത്തിന്റെ പ്രത്യേകത ഉദ്ഘാടനം ചെയ്യുന്നത് നാടക പ്രേക്ഷകർ ഒത്തുചേർന്നിട്ടുള്ള ഉദ്ഘാടനമാണ്.
പ്രത്യേക ഉദ്ഘാടനമില്ല. ഒരു ജനകീയ ഉദ്ഘാടനമാണ് ഉദ്ദേശിക്കുന്നത്. 2, നമ്മുടെ ആർട്ട് ഫോറം മെമ്പറായ പ്രൊഫസർ പി രഘുനാഥ് കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ മാസം. അദ്ദേഹത്തിന് ഒരു ആദരവ് നൽകുന്നുണ്ട്. അതുകൂടാണ്ട് എല്ലാ ദിവസവും നാടകത്തിന് മുൻപ് 7 മണിക്ക് നാടകം തുടങ്ങും. 6:30 മുതൽ 7 മണി വരെ ആർട്ട് ഫോറം മ്യൂസിക് ക്ലബിലെ നായകരുടെ ഗാനമേളയും ഉണ്ടായിരുന്നു. നാടകഗാനങ്ങൾ, നല്ല മെലഡീസായ സിനിമാ ഗാനങ്ങളുമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രൊഫസർ പി രഘുനാഥിനെ ആദരിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സുരേഷ് മോഹനൻ, ചന്ദ്രൻ അലാമിപ്പള്ളി, അംബുജാക്ഷൻ അലാമിപ്പള്ളി, എൻ മണിരാജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദേശീയപാതയിലെ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിലവിലുള്ള മനുഷ്യസഞ്ചാര യോഗ്യമല്ലാത്ത അടിപ്പാത ഒഴിവാക്കി ഗതാഗത യോഗ്യമായ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യം. കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം തുടങ്ങി. ചെറുവത്തൂർ ടൗണിന്റെ ഹൃദയഭാഗം എന്ന വിശേഷണമുള്ള റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വലിയൊരു അടിപ്പാത എന്ന ആവശ്യം ഉയർത്തിയാണ് കർമ്മസമിതി അനിശ്ചിതകാല റിലേ സത്യാഗ്രഹ സമരത്തിന് തുടക്കമിട്ടത്. പുതിയ അടിപ്പാത അനുവദിക്കാനാവില്ലെന്ന ദേശീയപാത അതോറിറ്റി അധികൃതരുടെ പിടിവാശിക്കെതിരെ ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടുന്ന കർമ്മസമിതി ഭാരവാഹികൾ പറഞ്ഞു. നിലവിലുള്ള അടിപ്പാതയ്ക്ക് സമീപം ആരംഭിച്ച അനിശ്ചിതകാല റിലേ സത്യാഗ്രഹ സമരം ചെറുവത്തൂർ പ്രസ് ഫോറം പ്രസിഡന്റ് ടി രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ചരിത്രത്തെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് ചെറുവത്തൂർ എന്ന് പറയുന്നത്. ചെറുത്തുനിൽപ്പിന്റെ ഊരാണ്. ഇവിടെ നേടിയെടുത്തത് മുഴുവനും ചെറുത്ത് നിൽപ്പിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ചെറുവത്തൂർ ഉന്നയിക്കുന്ന ഈ ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു ചെറുത്തുനിൽപ്പ് ആവശ്യമാണ് എന്നതാണ് നമ്മൾക്കിപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പഴയ ചെറുവത്തൂർ അങ്ങാടി എന്ന് പറയുന്നതാണ് നമ്മുടെ ചെറുവത്തൂരിൻ്റെ ഹൃദയഭാഗം. ഇന്ത്യ ചരിത്രത്തിൽ തന്നെ നെഹ്റുവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടൊരു സ്ഥലമാണ് ചെറുവത്തൂർ. ചടങ്ങിൽ കെ കെ കുമാരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സി രഞ്ജിത്ത്, കെ സുന്ദരൻ, കെ വി രഘുത്തമൻ, ഡി എം സുകുമാരൻ, പി എം കുഞ്ഞബ്ദുള്ള, കെ പി രാമകൃഷ്ണൻ, ടി രഞ്ജിത്ത് ബാബു, എം നാരായണൻ, പി കെ ഭാസ്കരൻ, കെ കരുണാകരൻ, കെ സി ഗിരീശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. നെല്ലിക്കാട്ട് ഈങ്ങേൽവീട് തറവാട്ടിൽ ബ്രഹ്മശ്രീ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ 5ാം ദിനത്തിൽ രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. വാദ്യമേളത്തിന്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. നെല്ലിക്കാട്ട് ഈങ്ങയിൽ വീട് തറവാട്ടിൽ ബ്രഹ്മശ്രീ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ 5ാം ദിനത്തിൽ രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. ബല്ലത്ത് ചക്രപാണി ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളത്തിന്റെയും മുത്തുകുടകളുടെയും ആർപ്പുവിളികളുടെയും അകമ്പടിയിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഉൾപ്പെടെ നിരവധി ആളുകളുടെ പങ്കാളിത്തത്തിൽ ഘോഷയാത്ര നടന്നു. ബല്ല, ചെമ്മട്ടംവയൽ, നെല്ലിക്കാട്ട് എന്നീ കേന്ദ്രങ്ങളിലൂടെ തറവാട്ടിൽ എത്തിച്ചേർന്നു. തുടർന്ന് പാരായണത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവരം നടന്നു. ബാലലീലകൾ, കാളിയമർദ്ദനം, ഗോകുലയാത്ര, ദ്വാരക പ്രവേശനം തുടങ്ങിയ നിരവധി ഭാഗങ്ങൾ 5ാം ദിനത്തിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം ക്ഷേത്രം മാതൃസമിതിയുടെ തിരുവാതിര, ശാസ്ത്രീയ നൃത്തം, ഗാനാലാപനം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് കുന്നുമ്മൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര മഹോത്സവം 2025 നവംബർ 19, 20 തീയതികളിലായി നടക്കും.
ഫണ്ട് ശേഖരണ ഉദ്ഘാടനം നടന്നു. ഡിസംബർ 19, 20 തീയതികളിലായി നടക്കുന്ന കാഞ്ഞങ്ങാട് കുന്നുമ്മൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര മഹോത്സവത്തിന് ഫണ്ട് ഉദ്ഘാടനം നടന്നു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി അശോകന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ കെ വി വാസു, ഡോക്ടർ മഞ്ജുനാഥ പൈ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ അവസാനത്തെ ഭജന കെട്ടിട്ട് ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വർഷവും ഈ ഉത്സവം കാണുന്നതോട് വരുന്നുണ്ട്. അപ്പോൾ ഈ വർഷവും വളരെ ഗംഭീരമായി നടത്താൻ എൻ്റെ ആശംസകൾ. അയ്യപ്പ സേവാ സമിതി കുന്നുമ്മൽ കമ്മിറ്റിയുടെ വകയായ 1 ലക്ഷം രൂപയും കമ്മിറ്റിക്ക് കൈമാറി. യോഗത്തിൽ ക്ഷേത്ര ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ പി രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ക്ഷേത്രം സെക്രട്ടറി ബി കെ ദാമു, വൈസ് പ്രസിഡന്റ് ഗുരുസ്വാമി കുഞ്ഞിക്കണ്ണൻ, ഫൈനാൻസ് കമ്മിറ്റി ചെയർമാൻ യൂണിറ്റി പ്രമോദ്, രാഘവൻ ഗുരുസ്വാമി, രാമകൃഷ്ണൻ നെല്ലിത്തറ, ബാലു ശാസ്ത, രാധാകൃഷ്ണൻ വി, കുഞ്ഞിക്കണ്ണൻ ബി എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ശരത് കുമാർ കെ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPM അനന്തംപള്ള നോർത്ത് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ശരീര സൗന്ദര്യ മത്സരത്തിൽ 55 കിലോ സീനിയർ വിഭാഗത്തിൽ മിസ്റ്റർ കേരളയായി തിരഞ്ഞെടുത്ത സുധീഷ് AP, ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വൈഗയെയുമാണ് ആദരിച്ചത്. എറണാകുളം സെന്റ് ആൽബർട്ട് കോളേജിൽ വെച്ച് നടന്ന ശരീര സൗന്ദര്യ മത്സരത്തിൽ 55 കിലോ സീനിയർ വിഭാഗത്തിൽ മിസ്റ്റർ കേരളയായി തെരഞ്ഞെടുത്ത സുധീഷ് AP, ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവത്തിൽ കേരള നടനം, കുച്ചിപ്പുടി, ഭരതനാട്യം എന്നിവയിൽ A ഗ്രേഡ് നേടിയ വൈഗ KK എന്നിവരെ CPM അനന്തംപള്ള നോർത്ത് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. അനന്തംപള്ളയിൽ വെച്ച് നടന്ന ചടങ്ങ് CPM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം വി സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. രണ്ട് പ്രമുഖ വ്യക്തികളെ അനുമോദിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ബോഡി ബിൽഡിംഗ്, അതുപോലെ തന്നെ ശാസ്ത്രീയ നൃത്തം ഈ രണ്ട് കാര്യങ്ങളിൽ ഉന്നതിയിലെത്തിയ രണ്ടാളുകളാണ്. ഒന്ന് സുധീഷ്, അതുപോലെ തന്നെ വൈഗ. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള ആർട്സ് ആൻഡ് സ്പോർട്സുകളെ നല്ലപോലെ പരിപോഷിപ്പിക്കുന്ന നിലപാട് എടുക്കുന്നുണ്ട്. അത് പ്രാദേശികമായി പൊതുജനങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഗവൺമെന്റ് തലത്തിലും അതിനെ നല്ലപോലെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ലോക്കൽ സെക്രട്ടറി ശബരീശൻ ഐങ്ങോത്ത് ഉപഹാരം നൽകി. ലോക്കൽ കമ്മിറ്റി അംഗം C രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. VN കൃഷ്ണൻ, TP കരുണാകരൻ, PV മണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് അനുമോദനം നൽകി പീലിക്കോട് ശക്തി ക്ലബ്. എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ സന്തോഷ് ഏച്ചിക്കാനം ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ MP ശശികുമാർ, ഗാനരചനയ്ക്കുള്ള ഫിലിം അവാർഡ് നേടിയ അരുൺ ഏളാട്ട്, മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ KV രതീഷ്, DGPയുടെ ബാഡ്ജ് ഓഫ് ഓണർ നേടിയ KV ലോഹിതാക്ഷൻ, ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ അധ്യാപിക K ലൈസമ്മ എന്നിവരെയാണ് അനുമോദിച്ചത്. എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ സന്തോഷ് ഏച്ചിക്കാനം ഉദ്ഘാടനം ചെയ്തു. 25% ആൾക്കാരെ ദാരിദ്ര്യം, 25%, അതായത് 140 കോടി ജനങ്ങളിൽ 25% ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കിടക്കുകയും അതിൽ 2 കോടി 3 കോടി ആളുകളോളം അത് 2 നേരം 1 നേരം മാത്രം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യ പുരോഗമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. പക്ഷെ അത്തരത്തിലുള്ള സാഹചര്യം ഇന്ന് ദൈവാധീനം കൊണ്ട് കേരളത്തിനകത്തില്ല. പക്ഷേ ഈ പഴയൊരു കാലഘട്ടത്തിൽ ഈ കുട്ടിത്തെയ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് വിശ്വാസത്തിന്റെ പേരിൽ മാത്രമല്ല, അത് ഈ കർക്കിടക മാസത്തിലാണ് പലപ്പോഴും ഈ മറ്റേ ഭൂതപ്രേതാദികളൊക്കെ ഇറങ്ങുന്നത്, അല്ലെ? അന്ന് ലൈറ്റ് മറ്റേ കാര്യങ്ങളൊന്നുമില്ല, അപ്പൊ ബിഗ് ബോസ് ഇല്ല, അങ്ങനത്തെ ഒന്നും സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഈ പറയുന്ന പോലെ ഒരു 7 മണിക്ക് തന്നെ ഭക്ഷണം കഴിച്ച് കിടക്കുന്നത്. എന്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു. ശക്തി ക്ലബ് പ്രസിഡന്റ് MP രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു. CK രവീന്ദ്രൻ, P പ്രമീള, A കൃഷ്ണൻ, C ചന്ദ്രൻ, K ജയരാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വേദവിദ്യാ കലണ്ടർ 2026 വൈദിക കലണ്ടർ പ്രകാശനം നടന്നു. കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നിത്യാന്ത ആശ്രമത്തിലാണ് പരിപാടി നടന്നത്. ഋഗ്വേദം രചിക്കപ്പെട്ട കാലമാണ് വേദകാലമെന്നും ജാതിമത വിവേചനമില്ലാതെ
വേദവ്യത്യാസമില്ലാത്ത കാലമായിരുന്നു വേദകാലമെന്നും എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ അഭിപ്രായപ്പെട്ടു. കാഞ്ഞങ്ങാട് നിത്യാനന്ദാശ്രമത്തിൽ വെച്ച് കശ്യപാശ്രമത്തിന്റെ വേദവിദ്യാ കലണ്ടർ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾ എടുത്തോളൂ. കരുണാകരൻ മാഷ് ആ പുസ്തകം ഞാൻ വായിച്ചു. ആ പുസ്തകം ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. വളരെ നിധിയായിട്ട് അവിടെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ആ പുസ്തകം എനിക്ക് എന്നിലുണ്ടാക്കിയ സ്വാധീനവും അതുപോലെ തന്നെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ച ഒരു പുസ്തകമാണ് ചിതാകാശഗീത. ഇടയ്ക്ക് ഗുരുസങ്കല്പത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ചിതാകാശഗീതയാണ് ഞാൻ വായിക്കുന്നത്. കരുണാകരൻ മാഷ് തന്ന ചിതാകാശഗീത ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഞാൻ നിധി പോലെ സൂക്ഷിച്ചിരിക്കുന്നു. പുതിയ ചിതാകാശഗീത വാങ്ങിച്ചിട്ടില്ല, കാരണം പഴയതിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പഴയതിൻ്റെ പ്രത്യേകതയാണ് വേദങ്ങളിലെ ഏറ്റവും പഴയത് എന്ന് പറയുന്നത് ഋഗ്വേദമാണ്. ആ ഋഗ്വേദത്തിൽ ആ ഋഗ്വേദം പഠിപ്പിച്ചുകൊണ്ട് ഋഗ്വേദ കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതാരും ശ്രദ്ധിച്ചിട്ടില്ല. അതായത് ഭാരതത്തിൻ്റെ ഏറ്റവും സുവർണ കാലഘട്ടമാണ് ഋഗ്വേദ കാലഘട്ടം. വേദകാലത്തിന്റെ നന്മകളിലേക്ക് ആധുനിക ഭാരതീയ സമൂഹത്തെ നയിക്കുന്ന ആചാര്യശ്രീ M.R. രാജേഷിന്റെ വീക്ഷണം വേദ വിദ്യാ കലണ്ടറിൽ ദർശിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ വെച്ച് നിത്യാനന്ദാശ്രമം സെക്രട്ടറി C. ഗണേശൻ വേദവിദ്യാ കലണ്ടർ ഏറ്റുവാങ്ങി. എഴുത്തുകാരൻ T.H. വത്സരാജ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. വേദവാഹിനി കൺവീനർ M. ഗംഗാധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. M. ഗോപാലൻ നമ്പ്യാർ സ്വാഗതം പറഞ്ഞു. കശ്യപാശ്രമം പ്രതിനിധി ജിജിത് മുരളീധരൻ ചെറുവത്തൂർ, ഓമന C. മാവുങ്കാൽ, C. രാധ, ബാലകൃഷ്ണൻ PV, മനോജ് മനോവിഷൻ, പ്രകാശൻ പുതിയവളപ്പ്, നയൻതാര എന്നിവർ സംസാരിച്ചു. അനിതകുമാരി നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങും. 24-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പരിശീലനം ആരംഭിച്ചതായും ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് നിരോധിത പ്ലാസ്റ്റിക് ഉത്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി. M.K. ഷിബുവിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് പ്ലാസ്റ്റിക് ഉത്പന്നങ്ങൾ പിടികൂടിയത്. കാസർഗോഡ് സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും അംഗീകാരത്തോടെ നടത്തുന്ന 11ാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നവംബർ 28 മുതൽ 30 വരെ തീയതികളായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കാഞ്ഞങ്ങാട് ആർട്ട് ഫോറം സംഘടിപ്പിക്കുന്ന നാടകോത്സവം നവംബർ 16 മുതൽ 20 വരെ തീയതികളിലായി നടക്കും. നാടകോത്സവത്തിനുള്ള ഒരുക്കങ്ങളായി. ദേശീയപാതയിലെ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിലവിലുള്ള മനുഷ്യ സഞ്ചാര യോഗ്യമല്ലാത്ത അടിപ്പാത ഒഴിവാക്കി ഗതാഗത യോഗ്യമായ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം. കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം തുടങ്ങി. നെല്ലിക്കാട്ട് ഈങ്ങയിൽ വീട് തറവാട്ടിൽ ബ്രഹ്മശ്രീ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ 5ാം ദിനത്തിൽ രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. വാദ്യമേളത്തിന്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് കുന്നുമ്മൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര മഹോത്സവം 2025 ഡിസംബർ 19-20 തീയതികളിലായി നടക്കും. ഫണ്ട് ശേഖരണ ഉദ്ഘാടനം നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.